ഗവൺമെൻറ് അതിൻ്റെ നിയമനിർമ്മാണത്തിൽ കർഷകരുടെ അഭിപ്രായം സ്വീകരിക്കാനായിരിക്കും ഇന്നത്തെ മീറ്റിംഗ്. അത് നിയമനിർമ്മാണം വന്ന സ്ഥിതിക്ക് നമ്മുടെ അഭിപ്രായത്തിന് എത്ര വില ഉണ്ടാകും എന്നുള്ള സംശയമുണ്ട്. എങ്കിൽ അത് ആ കാര്യത്തെക്കുറിച്ചല്ല എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഈ ഓൺലൈനിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗ്രാമങ്ങളിലാണെങ്കിലും പട്ടണങ്ങളിലാണെങ്കിലും കൃഷിക്ക് വേണ്ടുന്ന കീടനാശിനികളൊന്നും ഉപയോഗിക്കാണ്ടാത്ത രീതിയിൽ വളം എന്ന് പറഞ്ഞ രീതിയിൽ മൈക്രോ വളം എന്നൊക്കെ പറഞ്ഞ് യാതൊരു അഡ്രസ്സും ഇല്ലാത്ത സാധനങ്ങൾ വിറ്റിട്ട് ഇത് ഇന്ത്യാഗ്രോ എന്ന് പറയുന്ന ഒരു കമ്പനി, അത് ഇന്ത്യാഗ്രോ എന്ന് ഗൂഗിളോ അല്ലെങ്കിൽ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അവർ വ്യാപകമായ തോതിൽ വർഷങ്ങളായിട്ട് നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊരു അവയർനെസ് ആരും തന്നെ പറയുന്നതായിട്ട് കാണുന്നില്ല. കാരണം കൃഷി ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ആരെങ്കിലും ഇന്ത്യാഗ്രോ ഒന്ന് മറ്റൊന്ന് ഹോമിയോ, അത് ഈ അടുത്ത കാലങ്ങളിൽ അത് വ്യാപകമായ തോതിൽ വിശ്വാസയോഗ്യമായ രീതിയിൽ കുറേ ആൾക്കാർ അതോ ഈ AI വന്നതുകൊണ്ട് ആരെ വേണമെങ്കിലും കൊണ്ടുപോയി മുമ്പിൽ നിർത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ഔദ്യോഗികമായിട്ട് ഒരു ഇത് തട്ടിപ്പാണ് അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം, അത് അവരവരുടെ ഇഷ്ടത്തിന് വിട്ട് എന്തെങ്കിലും ഒരു രീതിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്തുകൊണ്ട് ഇത് ഇടപെടുന്നില്ല. ഞാൻ പല വേദികളിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അത് വാങ്ങരുത് എന്ന് പറയുന്നുണ്ട്. ഞാൻ വാങ്ങിയിട്ടില്ല എന്നുള്ള സത്യം തന്നെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ അയൽപക്കത്തുള്ള 30,000 രൂപയുടെ 40,000 രൂപയുടെയൊക്കെ ഈ ഇന്ത്യാഗ്രോ കമ്പനിയുടെ സാധനങ്ങൾ ഉപയോഗിച്ചായിട്ട് നമുക്കറിയാം. വീണ്ടും ഈ അബദ്ധത്തിൽ ചെന്ന് ചാടുന്ന ഈ കർഷകർക്ക് ഏത് രീതിയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു നിർദ്ദേശമാണ് ഇതിന് കൊടുക്കാൻ പറ്റുന്നതെന്ന് ഒന്ന് പറഞ്ഞേക്കൊള്ളാം. ഏതായാലും നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിൽ പോലും നിരന്തരമായിട്ട് കൃഷി വകുപ്പും കാർഷിക സർവകലാശാലയും ഇത് സംബന്ധിച്ചിട്ടുള്ള പത്രക്കുറിപ്പുകളും ഇതൊക്കെ കൊടുക്കാറുണ്ട്, നിരന്തരമായിട്ട് കൊടുക്കാറുണ്ട്. ഇത് പത്രത്തിൽ കാണാത്തതായിരിക്കും. പക്ഷെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കൃത്യമായിട്ട് ഹോമിയോ കൃഷിയിൽ ഒരിക്കലും വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു തെളിവുകളും ഇതുവരെ ജനറേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് യാതൊരു ഹോമിയോ മരുന്നുകളും ഉപയോഗിക്കരുതെന്ന് കേരള കാർഷിക സർവകലാശാല പത്രക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുമാതിരി കൃഷി വകുപ്പും അതുമാതിരി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇടക്കിടക്കേ വേണ്ടി വരുമെന്നുള്ളതാണ്. അപ്പൊ അത് ന്യൂസായിട്ട് വന്ന് അതിനെ ബേസ് ചെയ്തിട്ട് കംപ്ലൈന്റുകൾ കൊടുത്ത് അതിനെ ബേസ് ചെയ്തിട്ട് വേണം ജനറേറ്റ് ചെയ്യാൻ. നമുക്കൊരു ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ബില്ല് വാങ്ങിക്കുക, ആ ബില്ല് വാങ്ങിച്ചിട്ട് ആ ബില്ലിനെ ബേസ് ചെയ്തിട്ട് കൺസ്യൂമർ കോർട്ടിലോ അല്ലെ ഏതെങ്കിലുമൊക്കെ പോയിട്ട് ഇവരെ ഫിക്സ് ചെയ്യണം. അങ്ങനെ വന്നാലേ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഇതുമാതിരി തന്നെ ആവണക്കും പിണ്ണാക്കും വേറെന്തൊക്കെ ചേർന്ന ഒരു പൂ എന്നൊരു സാധനം വൻ പൈസയാണ്, എല്ലാ രോഗങ്ങളും മാറാൻ തുടങ്ങിയിട്ടെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, പൈസ ബില്ല് ആദ്യം മുറിക്കുക, എന്നിട്ട് പൈസ കൊടുത്താൽ മതി. ബില്ല് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. ബില്ല് കൊടുക്കാൻ തയ്യാറാണ്. അവർ പോയി അവിടുന്ന് കച്ചവടം എല്ലാം പറഞ്ഞത് മതിയാക്കിയിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബില്ല് കൊടുക്കാൻ തയ്യാറില്ല. ബില്ല് നിർബന്ധമാക്കിയാൽ തന്നെ കുറെ പരിപാടികൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ അവയർനെസ് നമ്മുടെ ഗ്രൂപ്പുകളിലും എല്ലാം പറയുക, ഇതുമായിട്ടുള്ളതെല്ലാം തട്ടിപ്പാണ്, ശാസ്ത്രീയ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് വേറെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. മറ്റേതിന് നിരന്തര മെക്കാനിസം വേണം. ഒരു പത്രക്കുറിപ്പോ ഒരു ഡിനയൽ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് നിൽക്കുന്നതല്ല. കാരണം തട്ടിപ്പുകാർ വീണ്ടും ഇറങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ യെസ്